ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്. കാരണം എൻ്റെ വീഡിയോയിൽ ചാനലിൽ വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ ആരും വീഡിയോ കാണുന്നത് കുറച്ചായതുകൊണ്ട് ഞാൻ ചാനൽ ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല. സെയിൽ പോസ്റ്റ് ചെടികളെയുമാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പിങ്ക് സിങ്കോണിയം നല്ല റൂട്ടായ പ്ലാന്റ് നിങ്ങൾക്കായി ഫ്രീ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. എനിക്ക് ചെടികൾ നടാനുള്ള പോട്ട് കുറവായതുകൊണ്ട് പിന്നെ പുതിയ പോട്ടൊക്കെ വാങ്ങിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ചെടികളൊക്കെ ഒഴിവാക്കി ആ പോട്ടിൽ വേറെ ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഒഴിവാക്കുന്ന പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി ഫ്രീ ആയി നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കും. പക്ഷേ ഫ്രീ എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടി വരും. എനിക്ക് കൊടുക്കാനും പറ്റത്തില്ല, എൻ്റെ കയ്യിൽ അത്രയൊന്നും കാശില്ല. അപ്പോൾ ഈ 1 kg അത്ര ഇതിൽ ഒരാൾക്ക് തന്നെ 10 പ്ലാന്റൊക്കെ ഇത് വാങ്ങിക്കാം. ഈ സിങ്കോണിയം വേണ്ടവർക്ക് ഒരു കൊറിയർ ചാർജിൽ. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. നല്ല ഹെൽത്തിയായ റൂട്ട് വന്ന് നല്ല പ്ലാന്റാണ്. നല്ല വിറ്റാമിൻസ് ഒക്കെ കൊടുത്ത് വളർത്തിയ നല്ല പ്ലാന്റാണ് സിങ്കോണിയം. ഞാൻ ആദ്യമായി എൻ്റെ കളക്ഷനിലേക്ക് കൊണ്ടുവന്ന നല്ലൊരു പ്ലാന്റാണ്. 100 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്. ഇപ്പോൾ ഇത് കുറേ അധികം കൂടുതലായി എനിക്ക് വെക്കാൻ സ്ഥലം കുറവായത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടതാണ്. എനിക്കിതിന് ഇപ്പോൾ കൊറിയർ ചാർജ് തന്നാലും എനിക്ക് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ക്യാഷ് ചിലവെന്നാലും സാരമില്ല. ഇതിനെ വെറുതെ കളയണ്ടല്ലോ. ഈ പ്ലാന്റിന് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റില്ല, ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ കൊറിയർ ചാർജ് തന്നാൽ നിങ്ങൾക്ക് ഒന്നിച്ച് ഇത് 10 എണ്ണമൊക്കെ വേണമെങ്കിൽ അവർക്ക് ഒരാൾക്ക് തന്നെ 10 എണ്ണം വാങ്ങും. അങ്ങനെ 10 വീതം ഒരു 4 പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടാവും, അത്രയും ഉണ്ടാവും. പിന്നെ ഒരു ഗ്രീൻ കളർ സിങ്കോണിയം, അത് 2 പേർക്ക് കൊടുക്കാനുള്ളതുണ്ടാവും, അത്ര. അങ്ങനെ പിന്നെ വേറെയും പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ കാണാം. അതിൻ്റെ കൂടെ വേറെ പ്ലാന്റ് വാങ്ങണം, നിങ്ങൾക്ക് വാങ്ങാം. അതിനിപ്പോൾ ക്യാഷ് തരേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ് ചെയ്യാതെ കുറേ പേര് എൻ്റെ ചാനൽ കാണുന്നുണ്ട്, അവർ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്. ഇത്രയും നല്ല വർക്ക്, ഇപ്പം മഴയായത് കൊണ്ട് തന്നെ ഇതിന് നല്ല കളർ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ വെയിൽ കൊള്ളാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വെയിൽ കൊള്ളുന്നിട്ട് ചിലത് ഗ്രീനായി വന്നിട്ടുണ്ട്. വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് മഴയായതുകൊണ്ട് നല്ല കളർ വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗി ഇതിന്. ഇത്രയും ഭംഗി കണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് കളക്ട് ചെയ്തത്. ഇപ്പോൾ കുറേ അധികം ആയതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് പോലെ തോന്നിയിട്ടുണ്ട് ആ പ്ലാന്റിന്. എന്നാലും നല്ല പ്ലാന്റ് തന്നെയാണ്. പിന്നെ അത് ഗ്രീൻ വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വേറെ പ്ലാന്റ് വാങ്ങുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ്. DTDCയും സ്പീഡ് പോസ്റ്റായിട്ടും അയക്കുന്നുണ്ട്. പേയ്മെൻറ്റ് മോഡ് GP ആണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ കുറേ പ്ലാന്റ് ഉണ്ട്. ആർക്കും വേണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ അതിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് എൻ്റെ നിന്ന് കളക്ട് ചെയ്യാം. കുറഞ്ഞ പ്രൈസിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇത്ര തന്നെയുള്ളൂ വീഡിയോ, ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് പ്ലാന്റ് വേണ്ടവരെല്ലാം കമൻറ്റ് ചെയ്യണേ. പ്ലാന്റ് വേണ്ടവർ, ഈ ഫ്രീ പ്ലാന്റ് വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ. ഈ പ്ലാന്റ് ആർക്ക് ഫ്രീ വേണ്ടവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ ഗാർഡൻ വിശേഷം ഇത്ര തന്നെയുള്ളൂ. ഇത് എൻ്റെ ഒരു ഓർക്കിഡാണ്. ഞാൻ ഡെൻഡ്രോബിയം ഓർക്കിഡ് വെച്ച് വാങ്ങിച്ചതാണ്. ഈ ഓർക്കിഡിനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഇതിൽ ഇങ്ങനെയുള്ളൊരു മൊട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്ലവർ 2 ഫ്ലവർ പോലെ മൊട്ട് വന്നിട്ടുണ്ട്, വിരിഞ്ഞിട്ടില്ല ഫുള്ള്. ഈ ഓർക്കിഡ് ഏത് വെറൈറ്റിയാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സെയിലിനിട്ടതല്ല, ഇതിൻ്റെ മൊട്ട് കണ്ടിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞിട്ടുള്ളത്. ഞാൻ ഡെൻഡ്രോബിയം കളക്ട് ചെയ്തതാണ്. പക്ഷേ ഇതിൽ ഡെൻഡ്രോബിയം
കുറച്ച് ഹൈറ്റിൽ വന്നിട്ടാണല്ലോ ഫ്ലവർ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് തെങ്ങനെ അവിടെ സ്റ്റെമ്മിലേക്ക് തന്നെയാണ് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയാത്ത കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ചോദിച്ചതാണ്. അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ സ്റ്റെമ്മിലേക്ക് പറ്റി പിടിച്ചിട്ടാണ് മൊട്ട് വന്നിട്ടുള്ളത്. ഇത് 2 മൊട്ടേ വന്നിട്ടുള്ളൂ. നല്ല വലിയ മൊട്ടാണ്. ഫ്ലവറും വലുതാവും തോന്നുന്നു. ഇതൊന്ന് കുഞ്ഞ് ഫ്ലവർ പോലെ തോന്നുന്നുണ്ട്. കുഞ്ഞാണ്, ഒന്ന് വലുതാണ്. അപ്പോൾ ഇത്ര തന്നെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിൽ കൂടി ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ് വന്നതൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.